ഒന്നും പറയണില്ല. നിങ്ങൾ എന്തിനാ അവളെ പറ്റി? ഞാൻ പറയും എന്റെ ലൈഫ് ലോങ് ഞാൻ പറയേണ്ടി വരുന്ന ചിലപ്പോ ഞങ്ങള് ഭയങ്കര ടെൻഷൻ അടിച്ചു. സത്യത്തിൽ വന്നത് ഫെയിൽഡായ എമൗണ്ട് അവര് ഒരു വാക്ക് പറഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞ് 1 മാസം ആകുമ്പോഴേക്കും നമ്മൾ കാശ് കിട്ടാണ്ടാകുമ്പോഴേക്കും ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രയും വർഷം നമ്മള് മക്കളെ നോക്കി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. വീണ്ടും ഉപ്പും മുളകും ലൈറ്റ് കുറച്ചു കാലമായിട്ട് ആ ഒരു വിഷയം വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പൊന്നൊളിച്ചോടി, പിന്നെ നന്ദു ഒളിച്ചോടി, അങ്ങനെ പലരും ഒളിച്ചോടി. ആ സമയത്തൊക്കെ അച്ഛനും അമ്മയും വന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയും കാര്യങ്ങളും അങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ആയിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചും പിന്നെ എന്ത് ചെയ്തു, വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നമ്മള് അവരെ സപ്പോർട്ട് ചെയ്തും ഒപ്പോസ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ചു കാലം വളരെ സമാധാനപരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ നന്ദന എന്ത് ചെയ്തു, അവന്റെ കുടുംബവുമായിട്ട്, അതായത് ഭർത്താവുമായിട്ട് അങ്ങ് ജീവിക്കുന്നുണ്ട്. അവർക്ക് ഇവരുമായിട്ടൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവരങ്ങ് ജീവിക്കുന്നുണ്ട്. അപ്പോ ഇന്നലെ മെനിഞ്ഞാന്ന് നന്ദനയുടെ പിന്നെ ഇതിനകത്തൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അവരും നന്ദനയും ഹസ്ബൻഡുമായിട്ട് ചേർന്നുകൊണ്ട് എന്ത് ചെയ്തു, ഒരു വീഡിയോ ഇട്ടു. മറ്റൊന്നുമല്ല, അവരുടെ യൂട്യൂബ് വരുമാനം വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടു. വളരെ സംഘടന ഭയങ്കര ബുദ്ധിമുട്ടി, നമുക്ക് ഒരുപാട് ടെൻഷൻ അടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടുന്നു. അതിന് അവരുടെ ആരായാലും എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ടെൻഷൻ അടിക്കും. എത്ര കോടികൾ ഉള്ളവരായാലും നമുക്ക് കിട്ടേണ്ട ക്യാഷ്, നമുക്കതായത് യൂട്യൂബ് കിട്ടേണ്ട ക്യാഷ് ചിലപ്പോൾ 1-2 ലക്ഷം എത്ര ആയിക്കോട്ടെ, ഒരു 50,000 അല്ലെങ്കിൽ ഒരു 10,000 രൂപ ആയാൽ കൂടി നമുക്ക് വരേണ്ട ക്യാഷ് നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് അത് മറ്റൊരു അക്കൗണ്ടിലേക്ക് നമുക്ക് കിട്ടാതെ വരും എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ടെൻഷൻ അടിക്കാത്ത ഒരു അമ്പാനിയും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരും അവരുടെ ടെൻഷൻ വന്ന് അവിടെ പറഞ്ഞു. ഇതൊരു കാരണമാക്കി എടുത്തുകൊണ്ട് എനിക്ക് ഇതുവരെ അവരെ കുറ്റം പറയാൻ ഒരു കാരണം കിട്ടിയില്ല, കിട്ടിയ ഒരു കാരണം, ഇനി അവരെ ഇരുന്ന് കുറ്റം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ നിങ്ങൾ ഞെട്ടിപ്പോകുന്ന അച്ഛനും അമ്മയുമാണ്. ഈ അച്ഛനും അമ്മയും എന്തിനാണ് ഈ കൊച്ചിന്റെ ബാക്കിൽ ഇങ്ങനെ നടക്കണമെന്ന് എനിക്കറിയത്തില്ല. ഇനി റീച്ചിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായോ? കാരണം ഇപ്പൊ അങ്ങോട്ട് വലുതായിട്ടൊന്നും കുറ്റങ്ങൾ കൂടുതലായിട്ട് പറയുന്നില്ല, ആൾക്കാരെ വലുതായിട്ട് കാണുന്നില്ല. ഇപ്പോ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും കുറ്റം പറയാം, അവരെങ്ങനെയെങ്കിലും എന്ത് ചെയ്യാം, പതുക്കെ ചുരണ്ടി ഇളക്കാം, ചുണ്ണാമ്പ് തേച്ചു കൊടുക്കാം. അപ്പൊ അവരിറങ്ങി രണ്ടെണ്ണം പറയുമ്പോൾ ഇവര് തിരിച്ചു പറയാം, അങ്ങനെ കുറച്ച് റീച്ച് കിട്ടും എന്ന് വിചാരിച്ചൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഒരമ്മമാരും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരമ്മമാരും ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ ശരിയാണ്, താങ്കളുടെ വാക്കുകൾ കേൾക്കാത്ത അല്ലെങ്കിൽ താങ്കൾക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്തത് കൊണ്ട് എന്ത് ചെയ്തു, അവളുടെ ഇഷ്ടപ്പെട്ട പിന്നെ പയ്യനുമായിട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്തുള്ള വിഷമത്തിലൊക്കെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു, കുറെ കുറ്റങ്ങൾ. പക്ഷെ അപ്പോഴും ആരിടത്തും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. സ്വന്തം മോളെ പറ്റിയാണ് പറഞ്ഞത് എന്നുള്ളത് അപ്പോഴൊക്കെ നിങ്ങൾ മറന്നുപോയി. ശരി, ഓക്കെ. ഇനിയിപ്പോ എന്തായാലും അവര് പോയി, എന്തായാലും അവർക്കൊരു ജീവിതമായി, അവര് പിന്നെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. അപ്പൊ അവരെങ്ങനെ, പൊതുവെ മാതാപിതാക്കൾ എന്താ പിന്നെ വിചാരിക്കുക, എന്തായാലും പോയി, ഇനി അവര് കഷ്ടപ്പെടാതെ ജീവിക്കട്ടെ എന്നുള്ളതല്ലേ ചിന്തിക്കുള്ളൂ. പക്ഷെ ഇവിടെ അവരെങ്ങനെ കഷ്ടപ്പെടുന്നു, അവരെ വായിൽ നിന്ന് അവരെങ്ങനെ എന്ന് വെച്ചാൽ അവര് സുഖിച്ച് ജീവിക്കുന്നവർക്ക് ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇവർക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവര് വന്നിരുന്ന് കുറ്റം പറയുകയാണ്. ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനകത്തും പറയുന്നുണ്ട് ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സംഭവം എന്താണ് നന്ദന പറഞ്ഞു എന്നുള്ളത് നമുക്ക് ഇവിടെ ആദ്യം കേൾക്കാം. ഓക്കെ. പെട്ടെന്നായപ്പോഴുള്ള കാശിന്റെ പ്രോബ്ലം ഒക്കെ വന്നപ്പോ അപ്പൊ നമ്മള് കൊറേ പ്ലാൻ ചെയ്ത് വെച്ചതൊന്നും നടന്നില്ല. അപ്പൊ പെട്ടെന്ന് ഭയങ്കര ടെൻഷനായി. പിന്നെ നമുക്ക് ടെൻഷനായി, ഈ എമൗണ്ട് റിട്ടേൺ വരില്ലേ, മറ്റാളുടെ അക്കൗണ്ടിൽ പോവോന്നൊക്കെ ഒരു പേടി വന്നു. പക്ഷെ പോയില്ല. അവസാനം നമുക്ക് അത് മാർച്ചിൽ അയച്ച എമൗണ്ട് ഏപ്രിൽ 16-ാം തീയതി പിന്നെ യൂട്യൂബ് അയച്ചു. യൂട്യൂബ് പിന്നെ അയച്ചിട്ട് ഞങ്ങൾക്ക് അടിക്കുന്നത് പിന്നെ ഫെയിൽഡ് എന്ന് കാണിച്ചു. അപ്പൊ ഞങ്ങള് ഭയങ്കര ടെൻഷൻ അടിച്ചു. സത്യത്തിൽ വന്നത് ഫെയിൽഡായ എമൗണ്ട് അവര് റിട്ടേൺ പോയിട്ട് അത് നമുക്ക് അയച്ചു എന്നാണ് വന്നത്. പക്ഷെ ഞങ്ങൾ ആകെ നോക്കി ഫെയിൽഡ് എന്ന് കാണിച്ചപ്പോ നമ്മൾ ആകെ ടെൻഷൻ അടിച്ചു. നമ്മള് കുറെ ആൾക്കാരെ അതിൽ ഹെൽപ്പ് ചെയ്തുട്ടാ. നമ്മുടെ ഇപ്പൊ പുള്ളോത്തി ചാനലത്തെ ഇത്രയേ ഉള്ളൂ സംഭവം. അവരുടെ ക്യാഷ് അക്കൗണ്ട് നമ്പർ മാറ്റി അടിച്ചത് കൊണ്ട് അക്കൗണ്ട് വേറെ നമ്പർ, ഇപ്പം ആ അക്കൗണ്ട് നിലവിലില്ലാത്തത് കൊണ്ട് ഇവർ രക്ഷപ്പെട്ടു. ഇല്ലാന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് പോകും. അങ്ങനെയാണ് യൂട്യൂബിലെ സിസ്റ്റം, അങ്ങനെയാണ്. അക്കൗണ്ടിൽ വലിയ വെരിഫിക്കേഷൻ കാര്യങ്ങൾ, നമ്മൾ ഏത് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു അതിലോട്ട് അതങ്ങ് പോകും എന്നുള്ളതാണ്. എന്തോ ഭാഗ്യത്തിന് ഇവർ കൊടുത്ത അക്കൗണ്ട് നമ്പർ നിലവിലില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇവരെ ക്യാഷ് തിരിച്ചു കിട്ടിയത്. അതിന്റെ ടെൻഷനാണ് ഇവരെന്ന് പറഞ്ഞത്. ഇത് കേൾക്കാത്ത പാട് അമ്മയും അച്ഛനും കൂടി വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അമ്മ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ ഒന്നും പറയല്ലേ, നിങ്ങൾ അനാവശ്യമൊന്നും പറയല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനെ കയറി പിടിക്കുന്നുണ്ട്. പക്ഷെ അനാവശ്യം മൊത്തം പറയുന്നുണ്ട്. ഈ അമ്മ ഒരു കുഴപ്പമില്ലാതിരുന്ന് പറയുന്നുണ്ട്. വളരെ മോശം. ഈ ഒരു കേസ് നിങ്ങൾ കാണിച്ചത് വളരെ മോശം. ഇനി അവര് പറഞ്ഞത് എന്താണെന്നും കൂടി നമുക്ക് കേൾക്കാം.
കല്യാണം കഴിഞ്ഞൊരു കാശിൻ്റെ ബുദ്ധിമുട്ടിയാണ്. അപ്പം ഞാൻ പിന്നാളൊരു അങ്ങനെ പറയാം, ഞാൻ ഒരു മാസം കാശ് കിട്ടാണ്ടാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആകുമ്പോഴേക്കും നമ്മൾ കാശ് കിട്ടാണ്ടാകുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രയും വർഷം നമ്മൾ മക്കളെ നോക്കി വളർത്തി പല ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ വരുമ്പോൾ ഞാനും എൻ്റെ ഭർത്താവ് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ, എന്തോരം കുറ്റവാക്കുകൾ ഞാൻ യൂട്യൂബിലൂടെ കേട്ടിട്ടുണ്ടെന്ന് എത്ര. പക്ഷേ കല്യാണം കഴിഞ്ഞ് കുട്ടികളും മക്കളും ഒന്നും ആവാണ്ട് ഇനിയിപ്പോൾ പൊന്നു ഷേപ്പിന്നാൽ അവർ ഒറ്റയ്ക്കായിരുന്നു ജീവിതത്തിൽ. കല്യാണം കഴിച്ചോണ്ടിപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമുള്ള ഒരാളാണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വിഷമം. അപ്പം ആ ഒരാളുമായി കാശ് കിട്ടാണ്ട് അത്രക്ക് ഉരുകി ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിട്ടാ. പിന്നെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് ഞാൻ അതല്ല പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്കുള്ള ഉപദേശമാണ് ഞാൻ തരുന്നത്. ചെറിയ ഉപദേശമായിരുന്നു. നമ്മളെടുത്ത് ചാടി പോകുമ്പോൾ പിന്നെ അവിടെ നിന്നാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് എത്രത്തോളം വലുതാണെന്ന് ഇത്രയും വർഷം ഈ വീട്ടിൽ ജീവിച്ചിട്ട് ഒരാൾക്ക് ഇത്ര ബുദ്ധിമുട്ടോ വിഷമോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ ശരി, ഇതാണ് അവരുടെ സംഭവം, ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി, അവർ ഉപദേശം കൊടുക്കുകയാണ്. അതായത് നീ ഈ പറഞ്ഞ പോലെ നമ്മളെ അച്ഛനും അമ്മയും കേൾക്കാതെ ഇറങ്ങിപ്പോയി അതുകൊണ്ടാണ് നീ കിടന്ന് അനുഭവിക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു മാസത്തെ ക്യാഷ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇത്രയും സങ്കടം. അവരെങ്ങനെ അത്ര ഈ ആ പൈസ കിട്ടാത്തതുകൊണ്ട് നമ്മളിവിടെ ദാരിദ്ര്യത്തിൽ കിടക്കുന്നതോ അതില്ലെങ്കിൽ നമ്മൾ തൂങ്ങിച്ചാവേണ്ട ആത്മഹത്യയുടെ വക്കീലാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആരോ ആയിക്കട്ടെ, കോടികളുടെ ആസ്തിയുള്ളവനായിക്കട്ടെ, അവന് കിട്ടാനുള്ള 1 രൂപയായാലും അത് അവന്റെ അശ്രദ്ധ മൂലം മറ്റൊക്കെ ആ ഒരു വിഷമം ഉണ്ടാകും, ആ ഒരു ടെൻഷൻ പറഞ്ഞു. അല്ലാതെ അവരുടെ തെണ്ടുകയോ ആരെയിൽ നിന്ന് ഇരക്കുകയോ അല്ലാതെ ജീവിക്കാനോ ആഹാരം കഴിക്കാനോ നിവൃത്തിയില്ലാതെ കിടക്കുകയല്ല അവർക്ക് വരാനുള്ള അവർക്ക് അർഹതപ്പെട്ട ക്യാഷ് അത് മാറിപ്പോയി എന്നുള്ളൊരു വേവലാതി മാത്രമാണ് അവരവിടെ വന്നിരുന്ന് പറഞ്ഞത്. അതിനെയും കൂടി കുറ്റപ്പെടുത്തി കണ്ട നമ്മളെ കളഞ്ഞിട്ട് പോയില്ല, ഇപ്പൊ നീ അവിടെ കിടന്ന് അനുഭവിക്കുന്നത് കണ്ട എന്ന് കുത്തി പറയാൻ നിങ്ങൾക്ക് എങ്ങനെ നാവ് പൊങ്ങി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെ നാവ് പൊങ്ങി എന്നുള്ളത്, കാരണം ഇതിന് വരെ കുറവ് ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ വീണ്ടും ഇവരെ ഇങ്ങനെ കുത്തി നോവിക്കാൻ നിൽക്കുന്നത്. ഓരോ പിള്ളേർക്ക് ഇനിയിപ്പോ 2 പേര്, മൂത്തവളെ ആദ്യം കുറെ ഇതുപോലെ കുറ്റം പറഞ്ഞ് അവരെ ഇപ്പം കൂട്ട കയറ്റിയിരുന്നു. ഇനിയിപ്പോ ഇളയവള് പോയിട്ടുണ്ട്. ഈ ഇളയവളെ ഇനിയിപ്പോ കുറ്റം പറഞ്ഞുകൊണ്ട് കുറച്ചു കാലം ഇവർ അച്ഛനും അമ്മയൊക്കെയാണ്, കുറച്ചു കാലം അവർ ഒന്നിക്കാനുള്ളവർ തന്നെയാണ്. മനസ്സിലായി എത്ര? പക്ഷെ വീണ്ടും ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയുന്നത്. ഇനി 2 പേര് അതിൽ കുണുക്കനും കുണുക്കി, എന്ത് പേരാണ് കുട്ടികൾ, കുണുക്കൻ, കുണുക്കി, പൊന്നു, കിഞ്ഞു, എന്തോ കുറെ പേരുകളിട്ട് ഇനി ആ 2 കുട്ടികളുണ്ട്. ഇനി ആ കുട്ടികൾ വലുതായി അടുത്ത ഇനി കുറ്റം ഇവരെ കുറ്റം പറഞ്ഞ് കഴിഞ്ഞു. ഇനി അടുത്ത കുറ്റം പറയാനുള്ളത് ഇനി അവരെ ആയിരിക്കും. അതേ കഷ്ടം. അപ്പോ അതിനുശേഷം ഇന്ന് രാവിലെ അവർ ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നലെ വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് അവരെ നിങ്ങളെ കുറ്റം പറയുന്നില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് തിരിച്ചവരെ കുറ്റം പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടിയാണ്. അതും കൂടി ഞാൻ വയ്ക്കാം. ഉണ്ടാക്കുകയാണ് കാശ്, നമ്മൾ അങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ അതേപോലെ നമ്മൾ കല്യാണം അതിന് നമ്മൾ ഉണ്ടാക്കുകയാണ്. അല്ലാണ്ട് ഒക്കെ കെട്ടിവെച്ച പാടല്ല, കെട്ടിവെച്ചുള്ള കാശ് ഞങ്ങളുടെ ഇല്ല. പക്ഷേ ഇന്ന് കല്യാണം കഴിച്ചോ ഞങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങളോട് കൂട്ടി പറ്റും എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം വേണ്ട, അത് നീ പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തോളണമെന്നില്ല. മനസ്സിലായ? ഞങ്ങൾക്ക് മക്കൾക്ക് ജന്മം നൽകാന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് നിന്നേക്കാൾ നന്നായി ഞങ്ങൾക്കറിയാം. നീ ഞങ്ങളതിൻ്റെ ക്ലാസ് എടുക്കേണ്ട പഠിപ്പിക്കും വേണ്ട. മനസ്സിലായ? ഈ ഒരു ക്ലാസ്സിൽ ജന്മം തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാനുള്ള കുറച്ച് ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? ജന്മം തന്നാൽ മാത്രം പോരാ, അവരെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത് കൊണ്ട്. ശരിയാണ്, താങ്കൾക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം അവർ ചെയ്തു പോയി. വീണ്ടും വേണ്ടിയിട്ട് കുത്താതെ, അവരെ പ്രാകാതെ, സ്വന്തം തള്ളയല്ലേ, അവർ പ്രാഗി നശിച്ചു പോകുന്ന രീതിയിൽ പറയാതെ, വീഡിയോയിൽ എന്തെങ്കിലും പറയാതെ നിങ്ങൾ പരസ്പരം ഇരുന്ന് പറഞ്ഞോ. ഇതെന്തിനാ നമ്മളെ കൊണ്ട് അറിയിക്കുന്നത്? അപ്പൊ ചോദിക്കും. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ വേറൊരു വീഡിയോയിൽ ഇതൊക്കെ റിയാക്ഷൻ ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളുടെ കാര്യവുമായിട്ട് നിങ്ങളുടെ ബ്ലോഗുമായിട്ട് പോകുന്നു, ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ഇങ്ങനെ ഇരുന്ന് ഒരു ഒളിച്ചോടി പോയ കൊച്ചിനെ ഇങ്ങനെ പ്രാകുന്ന രീതിയിൽ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്തുമാത്രം ആ ഒരു ദേഷ്യം, വൈരാഗ്യം താങ്കളുടെ സ്വന്തം മകളോട് താങ്കളുടെ മനസ്സിൽ കിടക്കുന്നു എന്നുള്ളതല്ലേ ഇതിൽ വെളിവാക്കുന്നത്. കഷ്ടം. മറ്റാരെങ്കിലും വിഷമാണെങ്കിൽ സോറിട്ട് ഞാനേ ക്ഷമ കെട്ടിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നിങ്ങളെ പറ്റിയിട്ട് അവളൊന്നും പറയണില്ലല്ലോ, നിങ്ങൾ എന്തിനാ അവളെ പറ്റി. ഞാൻ പറയും എൻ്റെ ലൈഫ് ലോങ് ഞാൻ പറയേണ്ടി വരുന്ന ചിലപ്പോൾ പറയേണ്ടി വരും. അവൾക്ക് ഞങ്ങൾ വേണ്ട അയച്ച് ഞങ്ങൾ ഇഷ്ടമല്ല ഇങ്ങനെ തന്നി നല്ല ഇല്ല അയച്ച് പോയതാ. പക്ഷെ ഞങ്ങളങ്ങനെ ഒരാളില്ല എന്ന് ഞങ്ങളുടെ ലൈഫിൽ ഇന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല, ഇങ്ങനെ മോളില്ല എന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ പറയുന്നുണ്ട് ഇവർ കയറ്റാളാണ്, ഇവർ അന്ന് പറഞ്ഞ പോലെ ഒന്നല്ല ഇവരിപ്പോൾ പറയണത്. എന്ന് പറഞ്ഞ പോലെയല്ല എപ്പോഴും പറഞ്ഞു. ഞാൻ അപ്പോഴും ഇപ്പോഴൊക്കെ ഒരേ വാക്കിന് പറഞ്ഞു. ഞാൻ ചേട്ടാ
ഓക്കെ, കൂടുതലൊന്നും പറയണ്ട. അപ്പോ ആരാ ചോദിച്ചു നിങ്ങൾ അവരൊന്നും പറയുന്നില്ല, നിങ്ങൾ എന്തിനു പറയും? ഞാൻ പറയും, എന്റെ ജീവിതകാലം മൊത്തം അവരെ പ്രയാഗും പറയൂന്ന് വെച്ചാൽ പ്രയാഗും എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടത്തോട് പറയുന്നു, താങ്കളുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അവരെങ്ങനെയെങ്കിലും നശിച്ചു പോട്ടെ എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ പിന്നീട് സങ്കടത്തിൽ അവരുടെ വീഴ്ചയിൽ ഒക്കെ സന്തോഷിക്കുന്ന ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സ്വന്തം അമ്മയിൽ നിന്നാണ് കഴിക്കുന്നത്. വളരെ നിർഭാഗ്യകരമാണ്. ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഒരിക്കൽ കൂടി ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്കുക. അതും എന്തുമാത്രം മനസ്സിനുള്ളിൽ കിടന്നുകൊണ്ടായിരിക്കാം ഈ പറയുന്ന ഈ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇങ്ങനെ പറയുന്നത് വന്നത്. സ്വന്തം മകൾ അവള് 1 മാസമായപ്പോഴേ ഇങ്ങനെ സങ്കടപ്പെടുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കും? നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, ഇങ്ങനെ പോണവർക്ക് ഇതാണ് ഗതി എന്നുള്ളത്. അവര് വേലയും കൂലിയും ഇല്ലാതെ നിങ്ങളെപ്പോലെ നിങ്ങൾ എന്താ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നുണ്ട്. അവരവരുടെ വ്ലോഗ് ഇടുന്നുണ്ട്, അവരതിട്ട് സന്തോഷമായി ജീവിക്കുന്നുണ്ട്. ഇനിയിപ്പോ ആ പയ്യൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ സോൾവ് ആയിട്ട് നിങ്ങൾ ഇനിയിപ്പോ എന്താ അവരുടെ സ്നേഹത്തോട് അവള് നാളെ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിലല്ലേ ഇപ്പോഴൊക്കെ വന്നിട്ട് എന്താ പറയല, അവർക്ക് വന്ന് കിട്ടിയില്ല, വളരെ ഉപകാരം, എന്തായാലും അവന്റെ മോളാണ് പോയി, എനിക്ക് ദേഷ്യം കാര്യം എന്നും പറഞ്ഞിട്ട് അവർ നശിച്ചു പോകണം എന്നൊരു ആഗ്രഹം എനിക്കില്ല, എന്തായാലും അവർക്ക് കിട്ടാനുള്ള ക്യാഷ് കിട്ടി, എനിക്ക് ഇത്തിരി സമാധാനം എന്ന് പറയുന്നതിന് പകരം കണ്ടാ അവർക്ക് കിട്ടിയില്ല, ഇപ്പോഴേ ഈ ഗതി, അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? വളരെ നിർഭാഗ്യകരമാണ് നിങ്ങളുടെ സംസാരം. വളരെ എനിക്കിത് പുച്ഛം തോന്നുന്നു നിങ്ങളുടെ അടുത്ത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.